सभी देशवासियों का, अपने पूरे परिवार की तरफ से, अपने गांव की तरफ से പൂജ ആഘോഷത്തിന് യാതൊരു കുറവുമില്ല. അദ്ദേഹത്തിന്റെ അമ്മാവൻ കൂടെയായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. पर प्यार उन्होंने दिया है, वो बहुत ही बेहतरीन, इतना प्यार मिला है. तो जब गिरा जाएगा तो पकवान बनाए जाएंगे. बिल्कुल बैठ के अपनी रूपरेखा बनाएंगे. भाई हमें किस हिसाब से सेलिब्रेट करना चाहिए. पिछली बार जिस तरीके से माहौल था वो अब की बार भी ऐसे ही जश्न के उसका अभी से कुछ नहीं कह सकते. बैठ के जब सारा प्लानिंग करेंगे उसके बाद हम कुछ बता पाएंगे. बेहतरीन खेल था. सिल्वर तो बहुत कम ही नहीं है, इतना 10 से ज्यादा खिलाड़ी था, फिर भी हमें सिल्वर मेडल जितवाया नीरज ने. सिल्वर मेडल जितवाया 10 से ज्यादा खिलाड़ी. बहुत ही बेहतरीन प्रदर्शन किया है. उसने 90 मीटर के करीब की थ्रो की है और देश की झोली में सिल्वर मेडल आया है. तो उनसे आप क्या बोलना चाहिए? अभी क्या बोलना चाहते हैं आपको? किसको? नीरज को. नीरज को यही बोलूंगा, शाबाश बेटा, ऐसे ही देश का नाम रोशन करते रहो, ऐसे ही हमेशा आगे बढ़ते रहो. നിരാശയില്ല. നല്ല കാര്യമാണ് ചെയ്തത്. അതായത് 10-ലധികം താരങ്ങൾ ഉണ്ടായിരുന്നു. ആ 10-ലധികം താരങ്ങൾക്കിടയിൽ നിന്നാണ് ഇങ്ങനെ വെള്ളി മെഡൽ എന്ന നേട്ടം നേടിയത്. നമ്മളത് മറക്കരുത്. ഒരു ഫൈനൽ എന്ന് പറയുമ്പോൾ 2 താരങ്ങളായിരുന്നില്ല, 2 മത്സരങ്ങൾ, അല്ലെങ്കിൽ 2 താരങ്ങൾ തമ്മിലുള്ള മത്സരമല്ല. ജാവലിൻ ത്രോയുടെ ഫൈനലിൽ 10-ലധികം മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ മത്സരാർത്ഥികൾക്കിടയിൽ നിന്നാണ് ഇപ്പോൾ നീരജ് ചോപ്ര ഇങ്ങനെ വെള്ളി മെഡൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിന് വലിയ തിളക്കമുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല. ആഘോഷങ്ങൾക്ക് യാതൊരു കുറവുമില്ല. പൂജ ഇവിടുത്തെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തീരുമാനിച്ച ആഘോഷങ്ങളെല്ലാം അതുപോലെ നടക്കുന്നുണ്ട്. മാത്രമല്ല കുടുംബത്തിനെല്ലാം വലിയ സന്തോഷമാണ്, വലിയ ആഹ്ലാദമാണ്. എത്രത്തോളം പറഞ്ഞാലും മതിയാവുന്നില്ല. അല്പം മുൻപ് അദ്ദേഹത്തിന്റെ അമ്മാവനാണ്, നീരജ് ചോപ്രയുടെ അമ്മാവനാണ് നമ്മളോട്, മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചത്. അവർക്ക് വലിയ ആഹ്ലാദമുണ്ട്, വലിയ സന്തോഷമുണ്ട്, തൃപ്തിയുണ്ട്. ശരിയാണ്, സ്വർണ്ണം ലക്ഷ്യമിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴും ഇത്രയധികം താരങ്ങൾക്കിടയിൽ എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല. 5 ഭൂഖണ്ഡങ്ങൾ മത്സരിക്കുന്ന ഒളിമ്പിക്സിൽ നിന്നും കൺസിസ്റ്റൻസി എന്നൊരു കാര്യമുണ്ട് നീരജ് ചോപ്രയെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ഒളിമ്പിക്സിൽ അത് സ്വർണ്ണമായിരുന്നു, ഇപ്പോഴത് വെള്ളിയാണ്. അപ്പോഴും നിരവധി കളിക്കാർക്കിടയിൽ നിന്നുമാണ് മത്സരിച്ച് 6 ത്രോകൾ എറിഞ്ഞ് അതിൽ 4ഉം ഫൗളായ സമയത്തും ആ ഒരൊറ്റ ത്രോ, 2ാമത്തെ ത്രോവിന്റെ കരുത്തിൽ 2ാം സ്ഥാനം പിടിച്ചെടുത്തുകൊണ്ട് നീരജ് ചോപ്ര മടങ്ങുന്നത്. കൺസിസ്റ്റൻസി എത്രത്തോളം പറഞ്ഞാലും മതിയാവില്ല. കുടുംബം വലിയ ആഹ്ലാദത്തിലാണ്. നിരാശ ഒട്ടും തന്നെയില്ല. സ്വർണം ലഭിച്ചില്ല എങ്കിൽ പോലും അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി മധുരമില്ല, തിളക്കമുള്ള മെഡലുമായിട്ടാണ് നീരജ് ചോപ്ര മടങ്ങി വരാൻ പോകുന്നത്. വലിയ ആഹ്ലാദം ഇപ്പോൾ കുടുംബത്തിനുണ്ട്. അവരുടെ പ്രതികരണം അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു.